കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ സിഇഒ നിഘോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. എറണാകുളം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിലെ മറ്റു പ്രതികളായ ഷമീർ അബ്ദുൾ റഹീം, ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്ക് ജാമ്യം നീട്ടി നൽകി. നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നിതിൻ, വിശദാംശങ്ങൾ. ഈ കേസിൽ നിഘോഷ് കുമാർ, ഈ കലൂരിലെ അപകട കേസിൽ നിഘോഷ് കുമാറിന് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിഘോഷ് കുമാറിനെയാണ് ഇപ്പോൾ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 7-ാം തീയതി വരെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ കേസിൽ അറസ്റ്റിലായ ഷമീർ അബ്ദുൾ റഹീം, ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്ക് ജാമ്യം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ കേസിൽ പ്രോസിക്യൂഷന്റെ വാദം അശാസ്ത്രീയമായി സ്റ്റേജ് നിർമ്മിച്ചു, ഒപ്പം സുരക്ഷ പാലിക്കാത്തത് അപകടത്തിന് വഴിയൊരുക്കിയെന്നും മതിയായ പാസേജ് ഇല്ല എന്നും കൈവഴിയില്ല എന്നും ഉപേക്ഷയോടും അശ്രദ്ധയോടും കൂടി സ്റ്റേജ് നിർമ്മിച്ചു എന്നുമായിരുന്നു പ്രധാനമായും ഈ കേസിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ മതിയായ നീളവും വീതിയും സുരക്ഷയും ഉണ്ടായിരുന്നെന്നും പരിപാടിക്ക് മുൻപ് പോലീസ് പരിശോധന നടത്തണമായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം ഈ കേസിൽ പ്രധാനമായും വാദിച്ചത്. ഈ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും പങ്കെടുത്ത പരിപാടിയിൽ അവിടെ പ്രധാനമായും ഇത്തരത്തിൽ പോലീസ് കൃത്യമായൊരു പരിശോധന നടത്തേണ്ടതായിരുന്നു, പോലീസിന്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നൊക്കെയായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്. ഏതായാലും ഈ കേസിൽ നിഘോഷ് കുമാറിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട 3 പ്രതികളുടെ ജാമ്യം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്.